ഇവിടെ നമ്മുടെ ഈ തലശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് അതിന് കീഴിലാണ് മാനന്തവാടി, തലശ്ശേരി, താമരശ്ശേരി, ബെൽത്തങ്ങാടി, ഭദ്രാവതി ഈ രൂപതകളെല്ലാം സാമന്ത രൂപതകളെല്ലാം വരുന്നു. അതിൻ്റെ എല്ലാം കൂടി അതിരൂപതയാണ്. അപ്പോൾ ആ അതിരൂപതയുടെ ഒരു പ്രസ്താവന തന്നെ ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലാണ് വന്നിട്ട് ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുത്, വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്താവന ഇതുവരെ തലശ്ശേരി അതിരൂപതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർച്ച് ബിഷപ്പുമാരോ ആരും തന്നെ തിരുത്തുകയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന എന്തിന് നേരത്തെയൊക്കെ പലതവണ മറ്റേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കോട്ട് ചെയ്ത നമ്മുടെ ഇവിടുത്തെ രൂപത പോലും ഇരിങ്ങാലക്കുട രൂപത പോലും അല്ലെങ്കിൽ ആ രൂപതയുടെ ബിഷപ്പ് പോലും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ പാമ്പ്ളാനി പിതാവിനെ പറഞ്ഞത് സഭയ്ക്ക് കൊണ്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല പിതാക്കന്മാരും പറഞ്ഞത് ഇപ്പോൾ നമ്മളെ സഹായിച്ചത് ആരാണോ ആ സഹായിച്ചവരെ ഒന്ന് പേരെടുത്ത് പറയുന്നതില്ല. അതിപ്പോൾ സർക്കാരായാൽ സർക്കാർ എന്ന് പറയും, കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറയും. അപ്പോൾ കേന്ദ്ര സർക്കാർ അമിത്ഷാ എന്നൊക്കെ പറയുമ്പോൾ അതെ ഇത്രയ്ക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം സഭയ്ക്ക് പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്കൊക്കെ പോയപ്പോഴും ജാമ്യം കിട്ടിയതിന് ശേഷം പ്രതിഷേധം വേണ്ട എന്ന് സഭ തീരുമാനിച്ചത്. അപ്പോൾ സഹായിച്ചവരെ നന്ദിയോടെ അനുസ്മരിക്കുക, അത് മാത്രമേ പിതാവും ചെയ്തിട്ടുള്ളൂ എന്നതാണ് സഭയുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് സഭ ആകെ സിറോ മലബാർ സഭ ആകെ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം CBCയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിതാക്കന്മാരോ വന്ന് ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് തരണം. അപ്പോൾ അങ്ങനെ അഭിപ്രായം ഒന്നും പറയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കും അവർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.